നമസ്കാരം, ഞാൻ ജയന്താണ്. പെരുമാനി പരമാണു, പെരുമാനി പരമാണു, പെരുമാനി പരമാണു. ഒരു പടം എന്ന് വെച്ചാൽ വെറും പടമല്ല, ഒരു കൂതറപ്പടം ഇന്ന് കണ്ടു. കൂതറപ്പടം എന്ന് പറയാൻ കാര്യം, അത്യാവശ്യം നല്ല പടങ്ങളാണെങ്കിൽ ഞാൻ നല്ലത് എന്നേ പറയൂ. പക്ഷേ ഇത് നല്ലതെന്ന് പോലും എനിക്ക് പറയാൻ വേണ്ടി ഒരു സാധനവും ഇതിനകത്ത് എനിക്ക് കിട്ടിയില്ല. അതാണ് സത്യം. ഈ മീൻ വരെ കൊള്ളാം, അറിയാലോ, ഐസ് ഇട്ടുകൊണ്ട് വരുന്ന മീനാണ്. ഇതുവരെ കൊള്ളാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, നാടോടി കഥകളൊക്കെ നമ്മൾ കാണത്തില്ലേ, കേൾക്കത്തില്ലേ, ഈ ബാലന്റെ മേലും കളിക്കുടി കേൾക്കുക, ആ രീതിക്കൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു കുട്ടിക്കാലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടിക്കാലത്തിലേക്ക് എത്തി. പക്ഷേ ഒരു തേങ്ങയിലോട്ടും നമ്മൾ പോയില്ല. പടം ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കുറേ മണ്ടന്മാരായിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങളാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. മണ്ടന്മാരെന്ന് വെച്ചാൽ വെറും മണ്ടന്മാരല്ല കേട്ടോ, ഭൂലോക മറ്റേ മണ്ടബുദ്ധി ഉപ്പ് തിന്ന് മണ്ടന്മാരാന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ. വിനി ഫോർട്ട്, പിന്നെ ദീപ തോമസ്, സണ്ണി വെയിൻ, ലുക്മാൻ, അവരൊക്കെ അഭിനയിച്ചേക്കുന്നത്. ഇന്റർവെല്ലിൽ വരെയും അത്യാവശ്യം ഒരു കാര്യങ്ങളും ഇല്ലാതെ ഇഴച്ചു നീക്കിപ്പോയ ഒരു ചിത്രം. നമ്മൾ വിചാരിക്കും ഇന്റർവെല്ലിൽ കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വന്നാലാ. ചില പടങ്ങൾ അറിയാമല്ലോ, ഇന്റർവെല്ലിൽ കഴിയുമ്പോൾ അതിന്റെ ഗതി മാറ്റാം. നമുക്ക് ഇന്റർവെല്ല് കൊണ്ട് നമുക്കൊരു പടത്തെ വിലയിരുത്താൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ പല പടങ്ങളും. പക്ഷേ ഇന്റർവെല്ല് കഴിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് മജു എന്ന് പറയുന്ന ഡയറക്ടറും എൻ്റെ എഴുത്തുകാരനൊക്കെ എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പിടികിട്ടിയില്ല. ആരെയും ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം. എന്തായാലും പടം കാണാനുള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് കാണാതിരിക്കുക. നിങ്ങൾക്കൊരു പൈസ കയ്യിരിക്കുന്നതിൽ പോയി കണ്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കോപ്പി എണ്ണൻ പുള്ളി ഒരുപാട് നാൾക്ക് ശേഷം മ്യൂസിക് ചെയ്തൊരു ചിത്രമാണെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഈ ഇടയ്ക്ക് പുള്ളിയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കണ്ടുപാടി കുറേ നാളായി പുള്ളിയെ കണ്ടിട്ട്. ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് കണ്ടു, അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് വന്നത്. പക്ഷേ അളിയൻ വീണ്ടും പടം കോപ്പി അടിച്ചേക്കുകയാണ്. പല BGM നമ്മളെ സൂപ്പർ സ്റ്റാർ, തമിഴിലേക്ക് ചില സൂപ്പർ സ്റ്റാർ ചെയ്തേക്കുന്ന പടത്തിൻ്റെ സെയിം കോപ്പി എണ്ണൻ അടിച്ചു വെച്ചേക്കുന്നത്. ഇത് പറയേണ്ടതായിട്ട് ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ പറഞ്ഞു. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ മേക്കിങ്ങും ഒന്നും പറയാനില്ല, ക്യാമറയും ഒന്നും പറയാനില്ല. എല്ലാം നമുക്കൊരു ഷോർട്ട് ഫിലിം ആയിട്ട് അത് യൂട്യൂബിലാണ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ആൾക്കാർ കാണുമായിരുന്നു. നമ്മുടെ വിനി ഫോർട്ടിൻ്റെ ഈ ഇടയ്ക്കൊരു ലുക്ക് ഫേമസ് ആയി. പുള്ളി ഇത്രയ്ക്ക് മീശയൊക്കെ വെച്ച് ഇങ്ങനെ വന്നിരുന്നിട്ടുള്ളൊരു സംഭവം. പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ചു എന്തോ ഒരു സാധനം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് പിന്നെ ആ ലുക്ക് കൊള്ളായിരുന്നു. ഈ ഒരു പടത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സൗബിൻ ഷാഹിർ പ്രേമ സിനിമയിൽ ഇതേപോലെ ചോറൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡയലോഗ് പറയും, സാറൊക്കെ തലയിൽ വിഗ് വെച്ചാൽ ഷോക്ക് അടിച്ച് കാക്ക താഴെ വീണ് ചത്ത്, അത് പാണ്ടി ലോറി കയറി അതെടുത്ത് തലയിൽ വെച്ച ഒരു രീതിയായിരിക്കും. അത് പിന്നെയും കൊള്ളാം. പക്ഷെ ഇത് അതുക്കും മേലെ വധമായിട്ടുള്ളൊരു തലയിലൊരു, അറിയത്തില്ല എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല, ഒരു കോമാളി പോലത്തെ ഒരു ക്യാരക്ടർ. പുള്ളി എന്തൊക്കെയോ തമാശ വരുത്താൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. ചിരിപ്പിക്കാൻ പുള്ളി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കാണുന്ന നമുക്ക് ചിരി വരുന്നില്ല. അതൊക്കെ വെച്ച് ഈ ഇടയ്ക്കിറങ്ങിയ ഒരുപാട് പടങ്ങൾ ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ പോലും അതിലെ കോമഡീസ് നമ്മളെ ചിരിപ്പിച്ചു. പക്ഷെ ഈ പടത്തിൽ ഒരു തേങ്ങയും എനിക്ക് കാണാൻ സാധിച്ചില്ല. പടത്തിന് ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, കാര്യം കോടികൾ മുടക്കിയെടുത്ത ചിത്രങ്ങളാണ്. ഇതേപോലെയുള്ള കോടികളും ലക്ഷങ്ങളും മുടക്കിയെടുക്കുന്ന ചിത്രങ്ങളാണ്. ചെറിയൊരു ചിത്രമാണത്, വലുതെന്ന് പറയാൻ വേണ്ടിയുള്ള ഒന്നുമില്ല. മേക്കിംഗ് ആണെങ്കിൽ പോലും സാധാ രീതിക്ക് ചെയ്തേക്കുന്ന ഒരു പടമാണ്. പക്ഷെ കാണുന്ന ആൾക്കാർക്ക് ആ ഒരു 1 അല്ലെങ്കിൽ 2 മണിക്കൂർ സമാധാനത്തോടെ കൂടി പല കാര്യങ്ങളും പല വിഷമങ്ങളും മറക്കാൻ വേണ്ടിയിട്ടാണ് പലരും ചിലപ്പോൾ സിനിമ കാണാൻ കയറുന്നത്, ഒരു സന്തോഷത്തിന് വേണ്ടി. പക്ഷെ
ഇതേപോലെയുള്ള ചിത്രങ്ങൾ എനിക്ക് തന്ന അനുഭവം എന്ന് വെച്ചാൽ, ദൈവമേ ഇതെപ്പോൾ തീരും, ഇതെപ്പോൾ തീരും, ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്നൊരു മൈൻഡായിരുന്നു എനിക്കല്ല എൻ്റെ കൂടെ ഉള്ള. ആകെ തിയേറ്ററിൽ 7 പേരായിരുന്നു ഉള്ളത്. ചിലപ്പോൾ അറിയാമല്ലോ, നല്ല പടങ്ങൾക്ക് ആള് കയറും. നിങ്ങളിനി എന്തൊക്കെ പ്രൊമോഷൻ ചെയ്താലും നല്ല പടങ്ങൾക്ക് ആള് കയറും. ഇതേപോലെയുള്ള ഓരോ അപരാധങ്ങൾ കാണിച്ചു വെച്ചിട്ട് ആളുകൾ കയറി കണ്ട് നല്ലത് പറയണമെന്ന് പറയുന്നതാണോ ശരി? അങ്ങനെ ചെയ്യുന്നതാണോ ശരി? ഞാൻ ജയന്ത്, തള്ളി തുറക്ക് എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങളേവർക്കും സുസ്വാഗതം. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ചാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾ സബ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സബ് ചെയ്യും. എനിക്ക് നിൻ്റെയൊക്കെ ഒരു തേങ്ങയും വേണ്ട. എനിക്കിത് ആരെങ്കിലും അറിഞ്ഞ് സബ് ചെയ്താൽ അങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി. എനിക്ക് എത്ര ഇതൊന്നുമില്ല.